السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 277 عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لله أشد فرحا بتوبة أحدكم من أحدكم بضالته إذا وجدها. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലല്ലാഹു അശദ്ദു ഫറഹൻ, അല്ലാഹു വളരെയധികം സന്തോഷമുള്ളവനാണ്. വളരെയധികം സന്തോഷമുള്ളവനാണ് അല്ലാഹു തആല ബിതൗബത്തി അഹദിക്കും, നിങ്ങൾ ഓരോരുത്തരുടെയും തൗബ കാരണമായി. നിങ്ങളിൽ ഓരോരുത്തരും തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് വളരെയധികം സന്തോഷമുണ്ട്. ഏറ്റവും ശക്തമായി സന്തോഷിക്കുന്നവൻ അള്ളാഹുവാണ്. മിൻ അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തരും സന്തോഷിക്കുന്നതിനേക്കാൾ ബിളാല്ലതിഹി ഇദാ വജദഹ, അവന്റെ കളഞ്ഞുപോയ വസ്തു കിട്ടുമ്പോൾ. ഒരാളുടെ കളഞ്ഞുപോയ വസ്തു, ഒരു വിലപിടിപ്പുള്ള ഒരു വലിയ വസ്തു കളഞ്ഞുപോയി, കുറെ അന്വേഷിച്ച് അത് കണ്ടെത്തിയാൽ, അത് കിട്ടിയാൽ അവന് എത്രമാത്രം സന്തോഷമുണ്ടാകുമോ അതിനേക്കാൾ, അതിന്റെ 10 മടങ്ങ് അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ ഉപരി സന്തോഷം അള്ളാഹുവിനുണ്ട് അവന്റെ അടിമ തൗബ ചെയ്യുമ്പോൾ. മനുഷ്യർ തെറ്റുകൾ ചെയ്യുന്നത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. എന്നാൽ ആ തെറ്റ് ചെയ്ത് അവന്റെ മനസ്സിൽ ഖേദമുണ്ടാവുകയും പശ്ചാത്താപ ബോധമുണ്ടാവുകയും അങ്ങനെ അള്ളാഹുവിങ്കലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുക എന്നത് അവന്റെ ദോഷം പൊറുക്കാൻ കാരണമാണ്. അത് അള്ളാഹുവിന് വല്ലാത്ത താല്പര്യമുള്ള ഒരു കാര്യവും കൂടിയാണ്. ദോഷം പൊറുക്കാൻ അള്ളാഹു താല വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. തൗബ ചെയ്യുമ്പോൾ അള്ളാഹു താല ദോഷം പൊറുക്കുകയും ആ മനുഷ്യൻ അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളിൽ പെടുകയും ചെയ്യും. അതുകൊണ്ട് തൗബ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനും അള്ളാഹുവിനോട് അടുക്കാനും പറ്റിയ ഏറ്റവും നല്ല കാരണമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ആധ്യാത്മിക മേഖലയിലേക്ക് പ്രവേശിക്കുന്ന മാർഗങ്ങൾ എണ്ണിയപ്പോ അതിലേറ്റവും തുടക്കത്തിൽ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു മാർഗം, നന്നാവാൻ മഹാന്മാര് പഠിപ്പിച്ച ഏറ്റവും ആദ്യത്തെ മാർഗം തൗബയാണ്. തൗബ ചെയ്തുകൊണ്ട് നല്ല വഴിയിലേക്ക് പ്രവേശിക്കുക. നന്നാകണമെന്ന് ചിന്തിക്കാത്ത ഒരു മുസ്ലിമും ലോകത്ത് ഉണ്ടാവില്ല. ഏത് തെറ്റ് ചെയ്യുന്ന വലിയ തെറ്റുകാരനാണെങ്കിൽ പോലും നന്നാകണമെന്ന ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകും. എന്നാൽ അതിനുള്ള തുടക്കം തൗബയാണ്. തൗബ ചെയ്തുകൊണ്ട് നന്നാകാൻ തീരുമാനിക്കുന്നയാൾ ഒരു ചവിട്ടുപടി മുന്നോട്ട് വെച്ചാൽ അത് അവന്റെ മനസ്സിലുള്ള നന്നാകണമെന്ന ചിന്തകൾക്ക് കൂടുതൽ പ്രചോദനമുണ്ടാവുകയും കൂടുതൽ കരുത്തു പകരുകയും ചെയ്യും. അതുകൊണ്ട് തൗബ ചെയ്യുക. ഒരുപാട് തെറ്റുകൾ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. ആ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരാൻ, അല്ലാഹു തആല ആ തെറ്റുകൾ ഇല്ലാതെയാക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ താണുകേണു പറഞ്ഞ് ഖേദിച്ചു മടങ്ങി മുഴുവൻ പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും, നിഷ്കളങ്കമാകും. നമ്മുടെ കരങ്ങളും അവയവങ്ങളെല്ലാം തന്നെ ദോഷവിമുക്തമാകും. അതുകൊണ്ട് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക. ഒരാളെയും അറിയിക്കാൻ വേണ്ടിയോ ആരെയും കാണിക്കാൻ വേണ്ടിയോ ആകരുത്. ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കരുതി ചെയ്തു പോയ തെറ്റുകൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ അങ്ങ് സമർപ്പിച്ചാൽ, അത് അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങ് മുഴുവൻ തുറന്നു പറഞ്ഞുകൊണ്ട് പാപമോചനം തേടിയാൽ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ട് നല്ല വഴിയിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.